ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു ഇഷ സ്പൈസി ടേസ്റ്റി വേൾഡ്. ഇന്നത്തെ റെസിപ്പീസ് ഞാൻ വെജിറ്റേറിയൻസുകാർക്ക് സ്പെഷ്യലായിട്ട് സ്പോൺസർ ചെയ്യുന്നു കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പെപ്പർ സോയ ആണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത്. ഈ ഒരു റെസിപ്പി വളരെ പെട്ടെന്നും വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും. സോ റെസിപ്പി എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ. കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നിൽ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു അടിപൊളി പെപ്പർ സോയ നമ്മൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വരാം കേട്ടോ. അതിനായിട്ട് ഞാൻ 2 കപ്പ് സോയാ ബോൾസ് നല്ല ചൂട് വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 10 to 15 മിനിറ്റ് ഞാനിത് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നോക്കിക്കോളൂ, ഞെക്കുമ്പോഴത്തേക്കിന് ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞ് കിട്ടുന്നുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് വെള്ളം പിഴിഞ്ഞ് ഒരു പ്ലേറ്റിലോട്ട് ആക്കിയെടുക്കാം. ഞാൻ നന്നായിട്ട് സോയാ ബോൾസ് വെള്ളമെല്ലാം പിഴിഞ്ഞ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് മസാലകൾ ആഡ് ചെയ്യാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇവ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മാരിനേറ്റ് ആവുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സോ നമ്മുടെ സോയാ ബോൾസ് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അതിനായിട്ട് ഒരു കടായിൽ 2 ടേബിൾ സ്പൂൺ ഓയിലൊന്ന് ചേർത്ത് കൊടുക്കാം. ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം ഇതിലോട്ട് 1 ടീസ്പൂണ് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കോക്കനട്ട് ഓയിലാണെങ്കിൽ യൂസ് ചെയ്യാം. ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു 2 മീഡിയം സൈസ് സവോള ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു 2 മിനിറ്റ് നന്നായിട്ട് ഇതുപോലെ കുക്കായതിനു ശേഷം നമുക്കിതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവോള ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം ഇതിലോട്ട് ഒരു മീഡിയം സൈസ് തക്കാളിക്ക മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചതിന് ശേഷം അത് നമുക്ക് ഈ ഒരു ഉള്ളിയുടെ കൂടെ സവോളയുടെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു തക്കാളിക്കയുടെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി മസാലകൾ ആഡ് ചെയ്യാം. ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 2 ടേബിൾ സ്പൂൺ നമ്മുടെ ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ മസാല ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് പെപ്പർ സോയ തയ്യാറാക്കുന്നുണ്ട്. ഇതിലോട്ട് 1 ടീസ്പൂൺ പെപ്പർ മസാല അതായത് പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും 1 ടേബിൾ സ്പൂണ് നമ്മുടെ ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ആഡ് ചെയ്തുള്ളൂ. ശേഷം നന്നായിട്ടൊന്ന് വഴറ്റി ഈ ഒരു മസാലകളുടെ പച്ചമണം മാറുന്നതിന് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാലകളുടെ പച്ചമണം മാറി നന്നായിട്ടൊന്ന് വഴണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നോക്കിക്കോളൂ, നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/4 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ആഡ് ചെയ്ത് ആ ഒരു മസാലകളെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ലൊരു ബോയിൽ ആവുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ദാ നോക്കിക്കോളൂ, നന്നായിട്ടൊന്ന് ബോയിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ ഒരു മസാലകളെല്ലാം നന്നായിട്ട് സോയ ചങ്ക്സിലോട്ട് മിക്സ് ആവുന്നിടം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. സോയ ചങ്ക്സ് ഇവിടെ നന്നായിട്ട് ആ ഒരു മസാലകളിലായിട്ട് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ലിറ്റിട്ട് ക്ലോസ് ചെയ്ത് ഒരു 2 to 3 മിനിറ്റ് കുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു 3 മിനിറ്റിന് ശേഷം ലിറ്റ് ഓപ്പൺ ചെയ്യാം. നമുക്കിതിലോട്ട് നല്ലൊരു ഫ്ലേവറിനായിട്ട് ഒരു തണ്ട് ഫ്രഷ് ആയിട്ടുള്ളൊരു നമ്മുടെ കരിവേപ്പിലയെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വക ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല ഫ്ലേവറാണ് നമ്മുടെ ആ ഒരു കരിവേപ്പിലയൊക്കെ ആഡ് ചെയ്യുമ്പോൾ, മസാലകളുടെ എല്ലാം ഫ്ലേവർ ആകുമ്പോൾ നല്ല ഡ്രൈ ആയിട്ടാണ് നമ്മൾ ഈ ഒരു മസാല അതായത് നമ്മുടെ പെപ്പർ സോയ തയ്യാറാക്കുന്നത്. നോക്കിക്കോളൂ, ലൈറ്റായിട്ട് വെള്ളം അതിലുണ്ട്. അത് നന്നായിട്ടൊന്ന് ഡ്രൈ ആവുന്നിടം വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വീണ്ടും ലിഡിട്ട് ക്ലോസ് ചെയ്ത് ഒരു 2 മിനിറ്റ് കുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഒരു 2 മിനിറ്റിന് ശേഷം നമുക്ക് ലിഡ് ഓപ്പൺ ചെയ്യാം. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു നമ്മുടെ പെപ്പർ സോയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കിക്കോളൂ, ആ ഒരു വെള്ളമയം എല്ലാം നന്നായിട്ടൊന്ന് വറ്റി നന്നായിട്ടൊരു ഡ്രൈ ആയിട്ട് നമുക്ക് നമ്മുടെ ഈ ഒരു പെപ്പർ സോയ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കൊരു സെർവിങ് ബൗളിലോട്ടൊന്ന് സെർവ് ചെയ്ത് കൊടുക്കാം. നോൺ വെജ് ഒന്നും ഇല്ലാത്ത സമയത്ത് പെട്ടെന്നൊരു ഗസ്റ്റ് വരുമ്പോൾ വളരെ പെട്ടെന്നും നല്ല ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു സൂപ്പർ ഡിലീഷ്യസ് ആയിട്ടുള്ള ഒരു പെപ്പർ സോയ ചങ്ക്സിൻ്റെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും ഫാമിലി മെമ്പേഴ്സിനും റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. കൂടാതെ ഇതുപോലെ നല്ല നല്ല റെസിപ്പിക്ക് ഈഷ സ്പൈസി ടേസ്റ്റി വേൾഡ് ചാനലൊന്ന് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മളെ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. അടുത്ത നല്ലൊരു റെസിപ്പി കൊണ്ട് വരുന്നിടം വരെ എല്ലാവരും സ്റ്റേ ട്യൂൺഡ്, ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈലിംഗ്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.